സനാതനധർമ്മം നിലനിർത്തിയിട്ടപ്പോൾ എന്താ കാര്യം? ഇപ്പോൾ ഒരു വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ഈ കുംഭമേളയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ വലിയൊരു ഇഷ്യൂ ആണ്. ഇതൊക്കെ നിലനിർത്തിയിട്ടപ്പോൾ എന്താ കാര്യം എന്നുള്ള. നമ്മൾ ഈ ഒരു ധർമ്മത്തിൻ്റെ തത്വത്തിന് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത് എന്താണ്? എല്ലാ മനുഷ്യൻ്റെയും കർമ്മത്തിൻ്റെ പിന്നിൽ ആ ചോദന, ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് മനസ്സമാധാനമാണ് അന്വേഷിക്കുന്നത്. ശാന്തി അന്വേഷണമാണ് നടക്കുന്നത്. എല്ലാ കർമ്മങ്ങളിലൂടെയും നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് മനസ്സമാധാനമാണ്. ശാന്തി അനുഭവിക്കണമെങ്കിൽ മനസ്സിൻ്റെ അലോസരങ്ങൾ ഇല്ലാതിരിക്കണം, ക്ഷുഭിതമാവാതിരിക്കണം മനസ്സ്. അപ്പോൾ മനസ്സ് സ്റ്റഡി ആവണം, ശാന്തി ആവണം, നിശബ്ദമാവണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, ആത്മജ്ഞാനം. വിഷയജ്ഞാനത്തിലേക്ക് പോകുന്നതനുസരിച്ച് മനസ്സ് അൺസ്റ്റഡി ആവും. നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും, പല കാമങ്ങൾ നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കും. 10 കിട്ടിയാൽ 100 വേണം, 100 വേണമെങ്കിൽ 1000, 1000 ആയാൽ 10000. ഇതാണ് മനുഷ്യൻ്റെ സ്ഥിതി. അപ്പോൾ അത് ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, മനസ്സ് ശാന്തമാവണമെങ്കിൽ ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അത് സനാതനധർമ്മത്തിലുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മതങ്ങളാണ്. ഒരു കൂട്ടം വിശ്വാസങ്ങളും ഒരു കൂട്ടം രൂപങ്ങളും ചേരുമ്പോഴാണ്, ആചാരങ്ങളും ചേരുമ്പോഴാണ് മതമാവുന്നത്. ധർമ്മത്തിലേക്ക് പോകുമ്പോൾ മതങ്ങൾക്കും ആചാരങ്ങൾക്കും അപ്പുറം തത്വചിന്തയിലേക്ക് ഉയർന്ന് അവനവൻ ആരാണെന്ന് അന്വേഷിക്കുമ്പോഴാണ് ദർശനങ്ങളിലേക്ക് എത്തുന്നത്. ഇങ്ങനെ ആത്മദർശനത്തിലേക്ക് പോകുമ്പോഴേ നമുക്ക് മനസ്സമാധാനം, ശാന്തി ഉണ്ടാവുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്താലും അറിവിൻ്റെ തലത്തിലേക്ക് ഉയരുമ്പോഴേ മനസ്സമാധാനം ഉണ്ടാവുന്നു. നമുക്കൊരു ജീവിതാനുഭവത്തിന് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അതിജീവിക്കാനുള്ള കഴിവ് അറിവിൽ നിന്നാണ് കിട്ടുന്നത്. അതിലേക്ക് ആ അറിവ് നേടാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതകൾ നേടിയെടുക്കാനാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. ഇത് നമ്മൾ അറിയണം. ആരാധനകളും ഉപാസനകളും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞതായത്. അപ്പോൾ ആരാധന വേണ്ട എന്ന് പറയില്ല. ആരാധനയുടെ പർപ്പസ്, അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ ആത്മജ്ഞാനത്തിലേക്ക് എത്താൻ നമ്മളെ പ്രാപ്തരാക്കുക, യോഗ്യരാക്കുക, അധികാരിയാക്കുക എന്ന് പറയും. അതാണ് വേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഗുരു പറഞ്ഞു തരിക നമുക്ക്. ഇതിങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെ സനാതനധർമ്മം നിലനിൽക്കുമ്പോഴേ ലോകത്ത് ശാന്തി ഉണ്ടാവുള്ളൂ. മതങ്ങൾ വളരുന്ന സമയത്ത് ലോകത്ത് അശാന്തി ഉണ്ടാവും. മതങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടും. കാരണം ഇതൊക്കെ അധിനിവേശമുണ്ട്. ഇത്രയും എൻ്റേത്, എനിക്ക് കൂടുതൽ ആൾ വേണം, ഈ തരത്തിലുള്ള ചിന്തകൾ വരും. അവിടെയൊക്കെ ഏറ്റുമുട്ടലുണ്ടാവും. അത് യുദ്ധമായി, കലഹമായി. മനുഷ്യ മനസ്സ് എത്രത്തോളം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുവോ അത്രത്തോളം പ്രകൃതി മാറും. അപ്പോൾ ഈ പ്രകൃതിയെ ശരിയായ വിധത്തിൽ നിലനിർത്തണമെങ്കിൽ സനാതനധർമ്മം ഉണ്ടാവണം. സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ സൃഷ്ടിയും സ്രഷ്ടാവും വേറെയല്ല. സ്രഷ്ടാവ് തന്നെയാണ് സൃഷ്ടിയായി കാണപ്പെടുന്നത്. ഇതാണ് നമ്മുടെ അടിസ്ഥാന തത്വം. അതുകൊണ്ട് എന്തുണ്ടാവും? നമ്മൾ സൃഷ്ടിയായി കാണപ്പെടുന്ന ഈ ലോകത്തിനെ ചൂഷണം ചെയ്യില്ല. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയേ എടുക്കുള്ളൂ. അതിനെ നിലനിർത്തും. അപ്പോൾ ഈ പ്രൊട്ടക്റ്റ് എർത്ത് ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ പരിസ്ഥിതി സംരക്ഷണം ഇതൊന്നും ഒരു പുതിയ വിഷയമേ അല്ല ഒരു സനാതനധർമ്മി ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ ചെറുപ്പം മുതലേ മരത്തിനെയും മലകളെയും പുഴകളെയും ഒക്കെ പൂജിക്കാനും ആരാധിക്കാനും പഠിച്ചു വന്നവരാണ്. അങ്ങനെ പഠിച്ചു വന്ന് ഇതിലൊക്കെ ദൈവികമായ അംശങ്ങളെ കാണുന്നവർ ഒരാൾ പോലും അതിനെ ദ്രോഹിക്കില്ല. പക്ഷെ അതൊക്കെ മാറിപ്പോയി. അതുകൊണ്ടാണ് പറയുന്നത് ഈ സനാതനധർമ്മം നിലനിൽക്കണമെങ്കിൽ ഈ 9ാം അനുവാകത്തിലും 11ാം അനുവാകത്തിലും പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ള ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിനത് ആവശ്യമാണ്. അപ്പോൾ അത് നമ്മളിൽ ഓരോരുത്തർ ഇത് മനസ്സിലാക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമായിട്ട് മാറി. ഞാൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാനത് ചെയ്തേ പറ്റും. അപ്പോൾ ഇത് പുസ്തക പഠനം ഞാൻ ആദ്യം പറയാൻ എല്ലാ ആചാര്യന്മാരും എല്ലാ പുസ്തകത്തിലും പറഞ്ഞതാണ് ഹിന്ദു ധർമ്മങ്ങളൊക്കെ പുസ്തകം പഠിക്കാനുള്ളതല്ല, ആ വ്യക്തി മാറാനുള്ള, വ്യക്തി മാറി ആത്മാവിൻ്റെ തലത്തിലേക്ക് ആയിത്തീരണം.
അതിനുവേണ്ടി നമ്മളിലാണ് മാറ്റങ്ങൾ സംഭവിക്കേണ്ടത്. നമ്മൾ മാറാൻ തുടങ്ങുമ്പോൾ പ്രകൃതി മാറിക്കോളും. മനസ്ഥിതി മാറിയാൽ പരിസ്ഥിതി മാറും. ഈ തലത്തിലേക്ക് എത്താനാണ് ഈ ഉപദേശങ്ങൾ മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഗൗരവം അതിനുണ്ട്.